പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാറിന്റെ പേരിലാണ്, അദ്ദേഹമാണെന്ന പേരിൽ ഫോൺ വിളിച്ചാണ് വലിയ തട്ടിപ്പിനുള്ള ശ്രമം നടന്നത്. ആദ്യം വിദ്യാ ബാലകൃഷ്ണൻ എം.എൽ.എക്ക് വന്ന ഫോൺ കോളിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ അതുപോലെ ഡീൻ കുര്യാക്കോസ് എന്നീ എംപിമാർക്കും ഇതുപോലെ ഫോൺ കോൾ വന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് മന്ത്രിസഭാ പുനഃസംഘടന നടക്കാൻ പോകുന്നു. 3 കോടി രൂപ തന്നാൽ മന്ത്രിയാക്കാമെന്നായിരുന്നു വിദ്യാ ബാലകൃഷ്ണൻ എം.എൽ.എക്കുള്ള വാഗ്ദാനമെങ്കിൽ എംപിമാർക്ക് വാഗ്ദാനം ചെയ്തത് പാർട്ടിയിലെ ഉന്നത പദവികളാണ്. ആ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. വിദ്യാ ബാലകൃഷ്ണൻ എം.എൽ.എയുടെ പരാതിയിൽ കോഴിക്കോട് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സംഘം ഡൽഹിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. കാരണം ഡൽഹിയിലാണ് ഈ സിം കാർഡ്, ഈ രാജ്കുമാറിൻ്റെതെന്ന പേരിൽ വിളിച്ച ആ നമ്പറിന്റെ സിം കാർഡ് എടുത്തിരിക്കുന്നത് ഡൽഹിയിലെ വിലാസത്തിലാണ്. അതുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് വ്യാപിപ്പിക്കുകയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ വയനാട് സൈബർ പോലീസും കേസെടുത്തിരിക്കുന്നത്. ഇത് DS രാജ്കുമാറിന്റെ പരാതിയിലാണ്. അദ്ദേഹം DGPക്കും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. തന്റെ പേരിൽ ഇത്തരത്തിൽ MLA-യെയും അതുപോലെ MP-മാരെയും വിളിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന പേരിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലാണ് വയനാട് സൈബർ പോലീസും കേസെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ MLA ആണ് പരാതിയുമായി മുന്നോട്ട് വന്നതെങ്കിൽ ഇപ്പോൾ 2 MP-മാർക്കും ഇത്തരത്തിൽ കോളുകൾ വന്നു എന്നാണ് വ്യക്തമാകുന്നത്.